നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എന്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എന്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവിതയാത്രയിൽ തണൽ മരമായി നിങ്ങളെൻ വീഴ്ചയിൽ കുളിച്ചൊരിഞ്ഞു. ജീവിതയാത്രയിൽ തണൽ മരമായി നിങ്ങളെൻ വീഴ്ചയിൽ കുളിച്ചൊരിഞ്ഞു. വഴിവിളക്കായി നിങ്ങളെൻ മനസ്സിൽ ഒളിപ്പകർന്നു. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എന്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. എനിക്കായി ചെയ്തതാം നന്മകളോരോന്നും ഒരു നാളും ഞാനിനി മറക്കുകയില്ല. എനിക്കായി ചെയ്തതാം നന്മകളോരോന്നും ഒരു നാളും ഞാനിനി മറക്കുകയില്ല. സ്വർഗത്തിൽ നാം ഒന്നായി ചേർന്നിടും നാൾ വരെ സദയം എനിക്കായി പ്രാർത്ഥിക്കണേ. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എന്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എന്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
കലിയുഗമർത്യാനീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. മേറ്റിടാത്ത ക്ലേശമേതുമേശിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. മായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ശാന്തിയ
സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്ന നിങ്ങളെ ഓർത്തിടാം സദാ നിങ്ങളെന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. എനിക്ക് അവധി കിട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, എന്നെ യാത്രയയക്കുക. എല്ലാവരെയും പ്രണമിച്ചിട്ട് ഞാൻ വിട വാങ്ങുന്നു. വീട്ടിന്റെ താക്കോൽ ഞാൻ മടക്കിത്തരുന്നു. അതിന്മേലുള്ള യാതൊരു അവകാശവും ഇനി ഞാൻ കൈവശം വയ്ക്കുന്നില്ല. എല്ലാവരുടെയും അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. വളരെ കാലം അയൽക്കാരായി നാം കഴിഞ്ഞുകൂടി. അങ്ങോട്ട് തന്നതിലേറെ ഇങ്ങോട്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞു. രാത്രി അവസാനിച്ചു, പ്രഭാതമായി. മുറിയിലെ വിളക്കണഞ്ഞു. ഇതാ വിളി കേൾക്കുന്നു, ഞാൻ ഇറങ്ങുകയായി. സ്നേഹിച്ചിടൂ.
പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവരിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല കരത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുവൻ ഞങ്ങൾക്ക് ഫലം രക്ഷയുമയവൻ നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മകനായത്വം അവരവന്റെ കീർത്തനങ്ങൾ പാടും. ഹൃദയാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. ആമോദിസ വഴിയങ്ങി സുതരാമവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തോടാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴപെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകളൊക്കെ മുളയ്ക്കുന്നു. കാറ്റമരം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ ലോകായേ മദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർത്തിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ ഉയർത്തുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാശനം ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഉപകാരത്തിൽ തന്നെ പ്രജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ തുണിയും അനുഗ്രഹവും നിരന്തരം വർദ്ധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിനെയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഉന്നതർവനാമിശിഹാനാഥാമരെല്ലാരും വെഞ്ചി വിളങ്ങും വദനമുകളരാൻ പരമരുവേണം. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ
രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആത്മീയ സ്നേഹത്താൽ ക്ഷമിക്കണമേ. ദുഃഖത്തിലെന്നെ നീ താഴ്ത്തിയിടല്ലേ, നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. സ്നേഹമേ നീ എന്നിൽ കനിയണമേ, പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ദുഃഖത്തിലെന്നെ നീ താഴ്ത്തിയിടല്ലേ, നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. നിൻവാണി കേൾക്കാതെ ദൂർത്തനായി, നിൻമുഖം കാണാതെ അന്ധനായി. നിൻവാണി കേൾക്കാതെ ദൂർത്തനായി, നിൻമുഖം കാണാതെ അന്ധനായി. നിൻ സ്നേഹം മൂക്കാതെ തിന്മ ചെയ്തു, നിൻ ഗേഹത്തിൽ നിന്നും ദൂരെയായി. സ്നേഹമേ നീ എന്നിൽ കനിയണമേ, പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ദുഃഖത്തിലെന്നെ നീ താഴ്ത്തിയിടല്ലേ, നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. സ്നേഹമേ നീ എന്നിൽ കനിയണമേ, സ്നേഹമേ നീ എന്നിൽ കനിയണമേ. സ്നേഹമേ നീ എന്നിൽ കനിയണമേ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ.
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്റെ പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്റെ പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും. എത്രനാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്രനാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ബഹുമാനത്തിനുള്ള പാപമോചനമായി തന്നിച്ചുകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും നീക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നാളത്തെ സൃഷ്ടിച്ചവനങ്ങളുടെ സ്നാനങ്ങളെ സ്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ദൈവം പോലെ കടന്നു പോകുന്നു. നിക്ഷേപം കൂട്ടുന്നു, അവർക്ക് വേണ്ടിയാണെന്ന് അവരറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർത്തിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഏതുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവും സന്തോഷിപ്പിക്കണമേ. സൃഷ്ടിച്ച
ദൈവം സകലേശ ഞങ്ങൾ കരുതുക നവജീവൻ. പുനരുദ്ധാരം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേനും. ദൈവം സകലേശം നിതരാം പൂരണമാക്കുന്നു. പാട്ടി പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ. നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഭിലേഷ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വെളുത്തുവലം ഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ മിസ്റ്റർ പൗലോസ്ലിഹായിലെ സഭയ്ക്കെതിരെ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സമൂഹത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നവൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടച്ചിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏകദേശം 74 സംവത്സരക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം തന്നെ ഏൽപ്പിച്ച കടമകളെല്ലാം ശരിയായി നിർവഹിച്ച് നിരസമാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പാപത്തിന്റെ സംസ്കാര ശുശ്രൂഷ സംവദിക്കുവാനും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി നാം ഇവിടെ ഒരുമിച്ച് വരികയാണ്. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമുള്ള ഒരു കാര്യമാണ്. എന്നാൽ സമയം നിശ്ചയമില്ല. A sunset is a sunrise on the other part of the world എന്ന് പറയാറുണ്ട്. സൂര്യാസ്തമയം ഭൂമിയുടെ മറുഭാഗത്തെ സൂര്യോദയമാണ്. അതുപോലെ ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം ഏർപ്പെടുമ്പോൾ പരലോകത്തിൽ ജനിക്കുകയാണ്. ഒരു പുതിയ ജന്മം കൊള്ളുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയും പ്രതീക്ഷയ്ക്കും വകയുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് വിശ്വബോധം പറയുന്നത്, എന്റെ സഹോദരനെ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നാം ഓരോരുത്തരും ഉയർക്കേണ്ടിയിരിക്കുന്നു. നിദ്ര പ്രാപിച്ച ആദ്യഫലമായ കർത്താവ് ഉത്ഥാനം ചെയ്തു. അവിടുന്ന് ഉത്ഥാനം ചെയ്തതുപോലെ ഉത്ഥാനം ചെയ്യപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. യൂറോപ്പിനെ അധികാരം കൊണ്ടും സ്വഭാവം കൊണ്ടും
പ്രകമ്പനം വിളിച്ച രാജാവായിരുന്നു ഒരു 14 രാജാവ്. രാജാവ് മരിച്ചപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയിൽ നൽകുവാനായി വിളിക്കപ്പെട്ടത് സുപ്രസിദ്ധ പ്രാസംഗികനായ മാസനായിരുന്നു. മാസൻ രാജാവിന്റെ ശവശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചില പ്രസംഗം ആരംഭിച്ചു. അതിപ്രകാരമായിരുന്നു: ദൈവം മാത്രമാണ് വലിയവൻ, ദൈവം മാത്രമാണ് വലിയവൻ. ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ദൈവം മാത്രമേ വലിയവനായുള്ളൂ, നമ്മളെല്ലാം ചെറിയവരാണ്. ഏതാനും വർഷങ്ങൾ മാത്രം ഭൂമിയിൽ ജീവിച്ച് നിത്യമായ ഭവനത്തിലേക്ക് യാത്രയാകേണ്ടവരാണ്. ഭൂമിയിലെ നമ്മുടെ ഭവനങ്ങൾ താൽക്കാലിക കൂടാരങ്ങളാണ്. ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ചെയ്യുന്നു: എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവര് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് തന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 നാം കാണുന്നു: തന്നെ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകപുത്രം നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ നിത്യജീവനെന്ന് യോഹന്നാന്റെ സുവിശേഷം 17:3 നാം കാണുന്നു: ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുകയാണ് നിത്യജീവൻ. ദൈവത്തിന്റെ പ്രത്യാശാപൂർണമായ വചനങ്ങൾ നമുക്ക് ഓർക്കാം. തിമോഥെയോസിനുള്ള ലേഖനത്തില് 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ചെന്നൈക്കെതിരെയുള്ള യുദ്ധമാണ് നാം നടത്തേണ്ടത്. നല്ല ഓട്ടമോടി സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള, സ്വർഗീയ ദൃശ്യത്തെ ലക്ഷ്യമാക്കിയുള്ള ഓട്ടമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഈ 3 കാര്യങ്ങളാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്. ജീവിത സായാഹ്നത്തിൽ പൗലോസ് അപ്പോസ്തലൻ അഭിമാനത്തോടുകൂടി പറഞ്ഞ വാക്കുകളാണ്: ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ മൊഴി എന്നെ അണിയിക്കുമാറാവട്ടെ. ഇന്ന് വിശുദ്ധമായ ഭാഷയിൽ പാപ്പഞ്ചേട്ടൻ പറയുന്നത് അത് തന്നെയാണ്. ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന കടമകളെല്ലാം ശരിയായി നിർവഹിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാകേണ്ടവരാണ്. തന്റെ സമയം സമാഗതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയ വ്യക്തിയാണ്. ആശുപത്രിയിലായിരുന്നപ്പോഴും ഇവിടെയായിരുന്നപ്പോഴും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരമുണ്ടായിരുന്നു. വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും എല്ലാവരോടും ഒരു സൗഹൃദം കാത്തു സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിയാണ്. തൻ്റെ 11 മക്കളെ വളർത്തി വലുതാക്കി സമൂഹത്തിനും ഇടവകയ്ക്കും നാടിനും നല്ല വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. പുരാതനമായ കിഴക്കര കുടുംബം, ആ കുടുംബത്തിന്റെ പാരമ്പര്യവും ചൈതവുമെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഇന്ത്യ പ്രാർത്ഥനയിൽ ചൂടം പങ്കുവയ്യുകയും ശിശുമണി അടിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണമെന്നുള്ള നിർബന്ധം വീട്ടിൽ പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ദൈവദാനമായി ലഭിച്ച നൽകിയ ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് പാപ്പഞ്ചേട്ടന് ഇപ്പോൾ
പോവുകയാണ്. ഓരോ ഉദാസിയിലും നാം സമർപ്പണം നടത്തുകയാണ്. എന്നാൽ മരണത്തിലൂടെ പൂർണ്ണമായ സമർപ്പണം ഒരു വ്യക്തി നടത്തുകയാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞതുപോലെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് നിത്യകിരീടത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട പാത്രചേട്ടനെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ അനുസ്മരിക്കാം. അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ആ സ്നേഹബന്ധം അത് എല്ലാവരുടെയും മനസ്സിൽ പച്ചകളാതെ നിലനിൽക്കുന്നുണ്ട് എനിക്കറിയാം. ധാരാളം കുടുംബാംഗങ്ങളുള്ള വലിയ ഒരു കുടുംബമാണ്. അവിടെയെല്ലാം വീട്ടിലും സുഹൃത്തുക്കളുടെയൊക്കെ ഭവനങ്ങളിലേക്ക് പോകുവാനും സൗഹൃദം പുതുക്കുവാനും എല്ലാം വിജയം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യക്തിപരമായി ഒരു പിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തോടുകൂടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഭാര്യയോടും സന്യസ്തരോടും പ്രത്യേകം വലിയ ആദരവും ബഹുമാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയാണ്. പുള്ളിയാമത്തെ പള്ളിയുടെ ആദ്യകാലങ്ങളിൽ തറവാട് താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം കിടക്കുന്ന കുടുംബാംഗങ്ങൾ അവിടെ വന്ന ഭാര്യയോടെല്ലാം വളരെയധികം ആത്മാർത്ഥമായി സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും വലിയ താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണുള്ളത്. ആ പാരമ്പര്യം ഇന്നുവരെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പാപ്പൻ ചേട്ടനും കുടുംബാംഗങ്ങൾക്കും സാധിക്കുന്നുള്ളത് നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയും പാപ്പൻ ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ കുടുംബാംഗങ്ങൾക്കും കുടുംബപ്രാതികൾക്കും ഇടവയുടെ നാമത്തിലും നിത്യർവാനാമത്തിലും പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണയുടെ സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് പാപം ചേട്ടനെ സമർപ്പിക്കാം. ദൈവം പ്രാർത്ഥിച്ച് വിശ്വഭാവനെല്ലാം സ്വീകരിച്ച് ഉദാസനെല്ലാം സ്വീകരിച്ച് രോഗികളെല്ലാം സ്വീകരിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങി ഒരാഴ്ച മുമ്പ് പള്ളിയിൽ വന്ന് കാണുകയും പള്ളിയിൽ അതുപോലെ മൃതദാനം നിർമ്മിച്ച പരിഹാരവുമെല്ലാം കണ്ട് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പള്ളിയിലൊന്ന് വരണം, പള്ളിയിൽ കാണണം എന്നുള്ളത്. അതും ദൈവം സാധിച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാനും എല്ലാം ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃത്യമായി പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വിദ്യാഭ്യാസം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും യഥാർത്ഥത്തോടും കൃത്യയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിൻ്റെമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ
സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സ്നേഹിതഗണമേ, യാത്രയിലായി ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ലഭിക്കുന്നു ആഡംബരവും പ്രാപിക്കുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോക്ഷേ പ്രാപിപ്പതിനോ. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാഴ്കി നശിക്കും. ലോകമിതന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിലവോടാശേഷിച്ചു. നിന്റെ കരുണയെ നീ അറിയിക്കണമേ, ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. നമ്മുടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. മുന്നിലായിട്ട് കുരിശുകുടകള്, അതിന് പിന്നില് ആളുകള് പ്രാർത്ഥനാപൂർവ്വം ദേവാലയത്തിലേക്ക് പോവുക. കാഹളമൂതിയവനെ പുകഴ്ത്തും, വിളിക്കും, കാഹളനാദം അത് തീർത്തുണരും ഹൃദയരെല്ലാരും
പാരീസായി പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധർക്കുള്ള പ്രകാശനത്തിൽ വിധിയുടെ ദിവസം വിശിഹാരാജൻ പിന്നിൽ വരുമ്പോൾ നിൽക്കും ജീവിപ്പവരോ വിസ്മയകരോ രൂപാന്തരവും ഭാവിച്ചിടും. വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ
ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ദർശനമരുളണേ
കരുണയെഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. കരുണയെഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ ആഴമതിൽ ഞാൻ കേഴുകയാണെൻ അഴലുകൾ നീക്കണമേ. ആഴമതിൽ ഞാൻ കേഴുകയാണെൻ അഴലുകൾ നീക്കണമേ. എന്നോട് രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. കരുണയെഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. നരരുടെ കൃത്തിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ. നരരുടെ കൃത്തിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ. മറയുകയാണേ കാലമതിന്നുടെ തിരശീലയതിനുള്ളിൽ. കരുണയെഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. അവസാനം വിധിയുടെ നാട് കൈവരുമാനന്ദം. നീതിമാന്മാർക്കന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേഴും മൃതരെ വിളിക്കും ജീവനവർക്കേകം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനവേഗം സുതനം റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അയക്കുന്നു. നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ അർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താൽ നിന്റെ മതവായ കനികാമരത്തിന്റെ പ്രാർത്ഥനയാലും ഋഷിയാവരോട് ഇയാളെ നിന്റെ വലതുപോകാൻ നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേര് എഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷ കഴിഞ്ഞും
കർത്താവേ, നിന്റെ പൈതൃകമായി പെരുവാൻ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കി വീണ്ടും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാ. ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർന്നേ ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ തന്റെ ദിവ്യ സന്നിധാനത്തിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്ന്